അപ്പോൾ നമുക്ക് ജോലിയില്ലാത്തൊരു ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ വേഗം തീർത്തിട്ട് നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് നമ്മളൊക്കെ ആദ്യം സമർത്ഥരാണല്ലേ. അപ്പം ഞാനും അതേപോലെ ഒരു പരീക്ഷണം ചെയ്യാൻ കേട്ടോ ഒന്ന്. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന പരീക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉഴുന്ന് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ ഉഴുന്ന് പപ്പടം ഉണ്ടാക്കാനായിട്ട് കുറച്ച് കഴുകി വാരിയെടുത്ത് ഞാൻ വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് ഉണക്കി ഞാൻ പൊടിച്ചെടുത്തു കേട്ടോ. അപ്പം ഞാൻ ഒരു കൈ കൊണ്ടാണ് കേട്ടോ അത് വീഡിയോ ഒക്കെ എടുക്കണേ. ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ അപാകതകളുണ്ട്. അപ്പം നിങ്ങൾ കാണുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞാനത് പൊടിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് നല്ലെണ്ണയും ഒരു ചെറിയ സ്പൂൺ സോഡക്കാരം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി ഓരോ കഷ്ണങ്ങളാണ് നമ്മൾ പരത്തിയെടുക്കണേ കേട്ടോ. അപ്പം നമ്മൾ പപ്പടം ചപ്പാത്തി പലയുമ്പോൾ പരത്തി കഴിഞ്ഞിട്ട് ഷേപ്പ് എടുക്കാനായിട്ട് ഞാൻ പാത്രം വെച്ചാണ് ഷേപ്പ് എടുത്തത്. അപ്പോൾ ഏതാണ്ടൊക്കെ ഷേപ്പും ആകൃതിയൊക്കെ ഏതാണ്ടൊക്കെ ശരിയായിട്ടുണ്ട്. ശരിക്കും പപ്പടം പോലെ വന്ന് ഇത്രയും പപ്പടം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വെളിച്ചെണ്ണ ചീഞ്ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് പപ്പടം കാച്ചാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയുള്ള കുമ്പളകൾ വന്നില്ല കേട്ടോ. ചെറിയ ചെറിയ കുമ്പളകൾ വന്നു. വലിയ കുമ്പളകൾ ഇങ്ങനെ പൊന്തി വരുമല്ലോ, ഒന്നും വന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തിന്ന് നോക്കിയപ്പോൾ ടേസ്റ്റൊക്കെ പപ്പടത്തിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും മോന് തിന്നാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴും ടേസ്റ്റൊന്നും കുഴപ്പമില്ല, ആകൃതിയും കുഴപ്പമില്ല. പക്ഷേ ഉണ്ടാക്കിയിട്ട് വലിയ കുമ്പള വന്നില്ല. അപ്പോൾ ഇത്തിരി കട്ടി കൂടുതലായിരുന്നു സംശയം. അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞോട്ടോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന്, എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്തായാലും അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ മോന് തിന്നാൻ കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മയുടെ പപ്പടം എന്തായാലും ഫ്ലോപ്പായിപ്പോയി, കാരണം ടേസ്റ്റൊക്കെ നല്ലതാണ്, സദ്യക്കൊന്നും വിളമ്പാൻ പറ്റില്ല, കാരണം കുമ്പള വന്നില്ല, കട്ടി കൂടിപ്പോയോ എന്ന് സംശയമാണ് അവനും പറഞ്ഞത്. അപ്പോൾ അവന് വീഡിയോയിൽ പറയാൻ താല്പര്യമില്ലാണ്ടാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ പപ്പടം ഉണ്ടാക്കുമ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഇങ്ങനെ ആയിപ്പോയി. നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ആയിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ തോറ്റ് പിന്നോട്ട് മാറിയിട്ട് നമ്മൾ വീണ്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതല്ല എന്ത് കാര്യമായാലും അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഏറെക്കുറവുകൾ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ പപ്പടം ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഓക്കേ. അപ്പോൾ നമുക്ക് ജോലിയില്ലാത്തൊരു ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ വേഗം തീർത്തിട്ട് നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് നമ്മളൊക്കെ ആദ്യം സമർത്ഥരാണല്ലേ. അപ്പം ഞാനും അതേപോലെ ഒരു പരീക്ഷണം ചെയ്യാൻ കേട്ടോ ഒന്ന്. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന പരീക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉഴുന്ന് ഉണ്ടായിരുന്നു വീട്ടിൽ.